പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീർത്ഥയാത്ര നമുക്കൊരുമിച്ച് തുടരാം. ഇന്ന് നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത് ബിഫീഞ്ഞനോയിലെ വിശുദ്ധ ഉമിലയുടെ അടുത്തേക്കാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് വിശുദ്ധ ആഞ്ചലോ ഓഫ് ആക്രിയുടെ സാങ്ച്വറിയുടെ അടുത്തുള്ള കപ്പൂച്ചൻ ആശ്രമത്തിലാണ്. ഈ ആശ്രമത്തിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശുദ്ധ ആഞ്ചലോ ഓഫ് ആക്രിയുടെ സാങ്ച്വറിയെക്കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഫായം സന്ധ്യയിലാണ്. ഇറ്റലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് മാസം വരെ സൂര്യൻ അസ്തമിക്കുന്നത് രാത്രി 9:30-10 മണിയൊക്കെ ആയതിനു ശേഷം. അതുകൊണ്ട് അത്രയും നേരം നമുക്ക് പ്രകാശം ഉണ്ടായിരിക്കും. നമ്മുടെ യാത്ര ഈ വിശുദ്ധ ആഞ്ചലോ ഓഫ് ആക്രിയുടെ സാങ്ച്വറിയിൽ നിന്ന് തുടങ്ങി, അതായത് ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് തുടങ്ങി അടുത്ത ഒരു മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു മലയോര പ്രദേശമാണ്. വളരെ ഭംഗിയുള്ള നല്ലൊരു ലാൻഡ്സ്കേപ്പിൽ കിടക്കുന്ന മലയോര പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മലമുകളിലൂടെയുള്ള ഒരു യാത്ര ആസ്വദിച്ച് തന്നെ നമുക്ക് വിശുദ്ധ ഉമിലയുടെ അടുത്തേക്ക് എത്തിച്ചേരാം. നല്ലൊരു സൂര്യാസ്തമയമൊക്കെ കണ്ടുകൊണ്ടാകട്ടെ നമ്മുടെ ഈ ഒരു യാത്ര. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ ഇറ്റലിയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇറ്റലിക്കാർക്ക് ഈ 2 മാസങ്ങൾ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. നമ്മൾ ഏകദേശം ആക്രിയിൽ നിന്ന് 14 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ ഇത് അടുത്ത മലയിലേക്ക് അല്ലെങ്കിൽ ബിഫീഞ്ഞനോയിലേക്ക് എത്തിച്ചേർന്നു. സ്നേഹമുള്ളവരെ, നമ്മളിന്നായിരിക്കുന്നത് വിശുദ്ധ ഉമിലയുടെ അടുത്താണ്. വിശുദ്ധ എളിമ എന്നൊക്കെ നമുക്ക് പറയാം. എളിമയുള്ള ഒരു വിശുദ്ധൻ്റെ ഈ കബറിടത്തിൽ നമുക്ക് സന്ദർശിക്കാം. അവിടുത്തെ വലിയ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ഇന്നിവിടെ വിശുദ്ധ കുർബാന നടക്കുകയാണ്. ഒത്തിരി പേര് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1582 ഓഗസ്റ്റ് 26 ജോവാനി ഫിറോസിയുടെയും ജിനോവറയുടെയും മകനായിട്ടാണ് ബിഫീഞ്ഞനോയിൽ വിശുദ്ധ ഉമിലെ ജനിക്കുക. മാതാപിതാക്കൾ അവനെ നന്മയിലും പ്രാർത്ഥനയിലും താല്പര്യമുള്ള ഒരു മകനായിട്ട്, ദൈവഭക്തനായിട്ട് വളർത്തിക്കൊണ്ടുവന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമിലെ. ഉമിലെ എന്ന ഇറ്റാലിയൻ വാക്കിൻ്റെ അർത്ഥം എളിമ എന്നാണ്. പേര് പോലെ തന്നെ വളരെ എളിമയുള്ള ഒരു വ്യക്തിയായിരുന്നു ഉമിലെ. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ഒത്തിരി ആളുകൾ ദേവാലയത്തിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഗാർഡിനച്ചൻ നമ്മളെ സ്നേഹപൂർവ്വം ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ ഉമിലയുടെ ജനന തിരുനാൾ ആഘോഷിക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആശ്രമത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന 1000 വർഷത്തോളം പഴക്കം ചെന്ന ഒരു ആശ്രമമാണിത്. 10-ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ട ഈ ആശ്രമവും ദേവാലയവും ഇന്ന് റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് പല സപ്പോർട്ടുകളൊക്കെ നൽകിയാണ് ഇത് നിൽക്കുന്നത്. കാരണം അത്രയും ആൻറ്റിക്കായിട്ടുള്ള, അത്രയും പഴയതായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. എന്നാൽ വേണ്ടതായ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇത് സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. വിശുദ്ധ ഉമിലയുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 27ാമത്തെ വയസ്സിലാണ് വിശുദ്ധ ഉമിലെ സഭയിൽ ചേരുന്നത്. തൻ്റെ ഫോർമേഷൻ കാലഘട്ടങ്ങളിൽ തൻ്റെ കൂട്ടുകാരോട് ഈ വിശുദ്ധം പറയുമായിരുന്നു, പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാൽ ജീവിത പ്രശ്നങ്ങൾക്ക് അമ്മ നമുക്ക് പരിഹാരം കാണിച്ചു തരും. വളരെ വലിയൊരു മരിയ ഭക്തനായിരുന്നു വിശുദ്ധ ഉമിലെ. 1610 സെപ്റ്റംബർ 4 വ്രതമെടുത്ത് സഭാംഗമായി. വളരെ ലളിതമായ തൻ്റെ ജോലികൾ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ ഒരു വിശുദ്ധൻ. ഈ ആശ്രമത്തിൻ്റെ 2ാമത്തെ നിലയിലാണ് വിശുദ്ധൻ താമസിച്ച റൂം. അതിനോടടുത്ത് വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു മ്യൂസിയവും ഉണ്ട്. നമുക്കതൊന്ന് കാണാം. വിശുദ്ധൻ്റെ റൂമിലേക്ക് നമുക്ക് കടന്നു വരാം. ഇതാണ് വിശുദ്ധൻ്റെ റൂം. ചെല്ലാദി സന്തൂമിലെ എന്നിവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് ഇതൊരു ചെറിയൊരു ചാപ്പലാണ്. ഇവിടെ വിശുദ്ധൻ്റെ തിരുശേഷിപ്പും സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. കഠിനമായ തപശ്ചര്യകളും പ്രാർത്ഥനയും
ഉമിലയെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനാക്കി. പ്രാർത്ഥനയായിരുന്നു വിശുദ്ധ ഉമിലയുടെ മെയിൻ സംഭവം. പ്രാർത്ഥനയുടെ സമാധിയിലെ വിശുദ്ധ ഉമില എപ്പോഴും എക്സ്റ്റസിയിലായിരിക്കും. സുപ്പീരിയർ അച്ഛൻ്റെ പണി എന്ന് പറയുന്നത് പറന്ന് മുകളിൽ നിൽക്കുന്ന വിശുദ്ധ ഉമിലയെ വിളിച്ച് താഴത്തിറക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്ററ്റിക് ഫ്രയർ എന്നാണ് ഉമിലെ അറിയപ്പെട്ടിരുന്നത്. ആശ്രമത്തിലെ സഹോദരന്മാരെയും ചുറ്റുമുള്ളവരെയൊക്കെ സഹായിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും വിശുദ്ധ ഉമിലയെ വളരെ കാര്യമായിരുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. പ്രവചനപരവും മറ്റുള്ളവരുടെ ഹൃദയം വായിച്ചറിയാനുള്ള വരവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരവും വിശുദ്ധ ഉമിലയെ വളരെ പ്രസിദ്ധനാക്കി. വിശുദ്ധ കുർബാനയ്ക്ക് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് കയറാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദേവാലയം വളരെ മനോഹരമായിട്ട് പൂക്കളാലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒത്തിരി വൈദികരും മെത്രാന്മാർ പോലും ഉമിലയോട് ദൈവശാസ്ത്രപരമായ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. വലിയ പഠനമൊന്നുമില്ലെങ്കിലും ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ ദൈവശാസ്ത്രപരമായ ലളിതമായ ഉത്തരങ്ങൾ വിശുദ്ധ ഉമിലെ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. 1628 ഒരു മിഷണറി ആകാൻ ആഗ്രഹിച്ചുകൊണ്ട് മിഷൻ ടെറിട്ടറിയിൽ സേവനം ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹം ഉമിലെ പ്രകടിപ്പിച്ചു. എങ്കിലും അധികാരികൾ അത് അനുവദിച്ചില്ല. അപ്പോൾ തൻ്റെ സ്ഥലത്ത് ദൈവരാജ്യ വേല ചെയ്യുവാനായിട്ട് ദൈവം പറയുന്നത് മനസ്സിലാക്കി കൂടുതൽ ഊർജ്ജസ്വലനായ പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പുറത്ത് മുഴുവനും ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. ദേവാലയത്തിനുള്ളിൽ ഒരു ഈച്ചയ്ക്ക് പോലും കാലുകുത്താനുള്ള ഇടയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ആളുകൾ. വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന ആരംഭിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ വിശുദ്ധ ഉമിലയുടെ മാധ്യസ്ഥം വഴി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദേവാലയത്തിൻ്റെ ഇടതുവശത്താണ് വിശുദ്ധ ഉമിലയെ അടക്കം ചെയ്തിരിക്കുന്ന വിശുദ്ധ ഉമിലയുടെ കബറിടം നമുക്ക് കാണാം. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ധ്യാനത്തിൽ വിശുദ്ധ ഉമിലയെ അനുഭവിച്ച ദൈവ ഐക്യം പ്രാപിക്കാനായിട്ട് 1637 നവംബർ 26 വിശുദ്ധ ഉമിലെ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 2 വർഷങ്ങൾക്ക് ശേഷം 1882 പോപ്പ് ലിയോ 13 മാർപ്പാപ്പ ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ചു. 2002 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ വിശുദ്ധനായിട്ടും പ്രഖ്യാപിച്ചു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ ഉമിലയുടെ മാധ്യസ്ഥവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.